പാലിയേക്കര ടോൾ പ്ലാസയിൽ ഇന്നു മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലവിൽ ടോൾ പിരിവ് നടത്തുന്നില്ല എങ്കിൽ പോലും ഇനി എന്നാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ടോൾ പിരിക്കാനുള്ള അവകാശം ലഭിക്കുന്നത് ആ ഒരു സമയത്ത് ഈ ടോൾ നിരക്ക്, അതായത് ഇന്നു മുതൽ പുതുക്കിയ ടോൾ നിരക്ക് അതായിരിക്കും ഈടാക്കുക. പഴയ നിരക്ക് കാറുകൾക്ക് 90 രൂപയായിരുന്നു. ഇപ്പോൾ അത് പുതിയ നിരക്ക് പ്രകാരം 95 രൂപയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീപ്പ്, ട്രാവലർ ഉൾപ്പെടെയുള്ള അങ്ങനത്തെ ചെറിയ വാഹനങ്ങൾക്ക്, വലിയ വാഹനങ്ങൾക്ക് 160 രൂപയുണ്ടായിരുന്നത് 165 രൂപയാക്കി. ബസ്സിനും ട്രക്കിനും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് 320 രൂപയുണ്ടായിരുന്നത് അതും വർദ്ധിപ്പിച്ച് 330 രൂപയാക്കിയിട്ടുണ്ട്. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് 515 രൂപയാക്കി ഉണ്ടായിരുന്നത് അത് 530 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ടോൾ നിരക്ക്, ഈ ഹൈക്കോടതിയും ഇത്തരത്തിൽ ഈ ടോൾ പിരിവ് തടഞ്ഞിരിക്കുന്ന ഈ ഒരു കാലയളവിൽ തന്നെ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച ഒരു നടപടി, അതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. സത്യത്തിലെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയം. ആ വിഷയവും ഞങ്ങൾ നൽകിയ ഹർജി അതോടൊപ്പം മറ്റ് ഹർജികളും പരിഗണിച്ചിട്ടാണ് യാത്ര സുഗമമല്ലാത്തത് കൊണ്ട് ടോള് സസ്പെൻഡ് ചെയ്തത്. അത് സെപ്റ്റംബർ 9 തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ ഒരു കമ്പനി അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. NHAIയിൽ അനുമതി കൊടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം NHAIയും കമ്പനിയും ഈ കേസിൽ റെസ്പോണ്ടൻസാണ്. കരാറിൻ്റെ വ്യവസ്ഥ പ്രകാരം ഇത് ലംഘിക്കുകയും അതുപോലെ തന്നെ ഇത് അനുസരിക്കാനായി തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന നിലപാട് എടുക്കുകയും ചെയ്യുന്ന രണ്ട് നിലപാടാണ് ടോൾ കമ്പനി ഇവിടെ എടുക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഈ കാര്യത്തിൽ പല വിധത്തിൽ നിന്നും ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഈ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നീട്ടിവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരിലും ഉള്ളത്, ഹർജിക്കാർക്ക് ഉൾപ്പെടെ ഉള്ളത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.